പാലക്കാട് റിയൽ എസ്റ്റേറ്റ് പ്രവണമാണ് കേട്ടോ. ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വരുന്നത് 1500 സ്ക്വയർ ഫീറ്റ് വീടും 2 ഏക്കർ 80 അല്ലേ 2 ഏക്കർ സ്ഥലമാണ്, റബ്ബറും വീടും കൂടിയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതുപോലെ വീടിൻ്റെ ഫ്രണ്ട് സൈഡിൽ നല്ല തെങ്ങ്, പ്ലാവ്, എല്ലാ സൗകര്യങ്ങളുണ്ട്. നമ്മൾ നേരെ പോകുന്നത് വീട്ടിലേക്കാണ്. ഹാളാണ്, സിറ്റ് ഔട്ടാണിത്. സിറ്റ് ഔട്ടിലേക്ക് പോയി നമ്മൾ നേരെ കയറുന്ന മനോഹരമായി സെറ്റ് ചെയ്ത ഒരു മിറ്റുണ്ട് ഇതിൽ ഫ്രണ്ടിൽ. അത്യാവശ്യം ഒരു 3-4 വണ്ടികളും കാര്യങ്ങളൊക്കെ കയറി നിൽക്കാൻ പാകത്തിനുള്ള നല്ലൊരു സിറ്റ് ഔട്ട് ഉണ്ട്. നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ പോകുന്നത് ഹാളിലേക്കാണ്. ഇതാണ് ഹാൾ കേട്ടോ. നല്ല മനോഹരമായി സെറ്റ് ചെയ്ത നല്ലൊരു ഹാളാണ് കേട്ടോ. അത് നല്ല ഫേസുള്ളൊരു ഹാളാണ്. നല്ല കവേർഡ് വർക്കും കാര്യങ്ങളും ചെയ്ത് ഇൻറ്റീരിയൽ വർക്ക് ചെയ്ത് നല്ല മനോഹരം സെറ്റ് ചെയ്താണ്. നമ്മളിത് പോകുന്നത് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമിലേക്കാണ്. വലിയ ഇത് റൂമാണ്. നിങ്ങൾക്ക് നോക്കി തന്നെ കാണാം, 2-3 കട്ടിലാണ് ഇതിൽ കിടക്കുന്നത്. അതേപോലെ യൂറോപ്യൻ ക്ലോസറ്റ് സെറ്റ് ചെയ്ത നല്ലൊരു അറ്റാച്ച്ഡ് ഉണ്ട്. ഇൻറ്റീരിയൽ വർക്കുകൾ ഫുള്ള് കഴിഞ്ഞതാണ്. നമ്മൾ പിന്നെ പോകുന്നത് ഡൈനിങ് ഹാളിലേക്കാണ്. ഡൈനിങ് ഹാളിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെഡ്റൂമും കൂടിയുണ്ട്. നല്ല മനോഹരമായി സെറ്റ് ചെയ്ത് ഉള്ള ബെഡ്റൂം. ഇതും അറ്റാച്ച്ഡ് ബെഡ്റൂമാണിത്. അതേപോലെ 3 ബെഡ്റൂമാണ് ഇതിലുള്ളത്. അതേപോലെ ഇത് 1500 സ്ക്വയർ ഫീറ്റാണ്. ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞാൽ 1500 സ്ക്വയർ ഫീറ്റാണ്. 3 ബെഡ്റൂം, ഹാള്, 2 ബെഡ്റൂം അറ്റാച്ച്ഡിലാണ്. ഇത് മനോഹരമായിട്ടുള്ളൊരു കിച്ചണാണ് കേട്ടോ. നല്ല വൃത്തി സെറ്റ് ചെയ്തൊരു കിച്ചണാണ്. അതേപോലെ പുകയെടുപ്പ്, വിറകടുപ്പിൻ്റെ നല്ലൊരു കിച്ചണുണ്ട് ഇവിടെ. നല്ല ഹാള്, വലിയൊരു ഹാള്. പിന്നെ ഇതിൽ അപ്സെയർ ഉള്ളിൽ കൂടിയാണ്. അപ്സെയറാണ് കേട്ടോ മുകളിലേക്ക്. മുകളിൽ ട്രൂഫ് ഇട്ടിട്ടുണ്ട്. ട്രൂഫൊക്കെ ഇട്ട് നല്ല സെറ്റപ്പായി ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്സെയർ കട്ട് ചെയ്ത് കയറിപ്പോണം. അതുപോലെ മെയിൻ ഹാളിൽ തന്നെയാണ് നമുക്കൊരു ബാത്റൂമും ഉള്ളത്. അതുപോലെ മെഷീൻ പെര കാര്യങ്ങൾ, ചെറിയ സ്റ്റോർ റൂം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇതാണ് വീടിൻ്റെ മുകളിൽ ട്രൂഫ് ഇട്ടിരിക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ള സെറ്റ് ചെയ്ത ട്രൂഫാണ്. അതുപോലെ വെട്ടിക്കൊണ്ടിരിക്കുന്ന നമുക്ക് അത്യാവശ്യം വെട്ടിയ ഷീറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് പോകാം, റബ്ബറിലേക്ക് പോകാം. പിന്നെ ഒരു ഫാമിലിക്ക് താമസിക്കുന്ന എല്ലാ സംഭവവും ഉണ്ട്. തെങ്ങ്, പ്ലാവ്, മാവ്, കരിവേപ്പില, എല്ലാ സൗകര്യങ്ങളും ഓൾറെഡി ഉണ്ട് ഇവിടെ. വീടിൻ്റെ തൊട്ട് ബാക്ക് സൈഡായിട്ടാണ് റബ്ബർ കിടക്കുന്നത്. നല്ല 105 NT പെട്ട റബ്ബറാണ്. നിരന്ന ഫ്ലോട്ടാണ് കേട്ടോ. നല്ല സൂപ്പർ റബ്ബറാണ് നിൽക്കുന്നത്. ഇതിൻ്റെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ് റൂട്ട് ഒരു 250 മീറ്റർ ദൂരത്താണ് ബസ് റൂട്ട്. ഇതിന് ഫ്രണ്ട് വശമാണ് നമ്മുടെ പഞ്ചായത്ത് റോഡ്. അതേപോലെ NH47 ഹൈവേയിൽ നിന്നും ഒരു 6 കിലോമീറ്റർ ഉള്ളൂ നമുക്ക് ഇവിടേക്ക്, ഈ സ്ഥലത്തേക്ക് വരാനുള്ളൂ. ഇത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി കിഴക്കഞ്ചേരി 1 വില്ലേജിലാണ് ഈ സ്ഥലം കിടക്കുന്നത്. അപ്പോൾ ഹൈവേ നമുക്ക് വടക്കഞ്ചേരി ടൗണിൽ കൂടിയും വരാം. അതേപോലെ പന്തലാമ്പടം, മേരിഗിരി അവിടെ നിന്ന് ഷോർട്ടായിട്ട് കയറി വരാം. 6 കിലോമീറ്റർ ഉള്ളൂ. ഒരു ചെറിയ ഫാമിലിക്ക് ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. കാരണം അതിൻ്റെ സ്പോട്ടിൽ വണ്ടി എത്തും. വീടിൻ്റെ ഫ്രണ്ടിൽ വണ്ടി എത്തും. വെള്ള സൗകര്യം, കറണ്ട് സൗകര്യം, അതുപോലെ RC, പള്ളികൾ, അമ്പലങ്ങൾ, സ്കൂളുകൾ, ബാങ്ക്, എല്ലാ സൗകര്യം. ഇതിന് ചുറ്റുപാട് ഒരു 1/4 കിലോമീറ്റർ ചുറ്റുപാടിൽ എല്ലാ സൗകര്യങ്ങളുണ്ട്. അതേപോലെ ചെറിയ ഒരു ഫാമിലിക്ക് മേടിച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവിത മാർഗ്ഗത്തിന് വേണ്ടി ഷീറ്റുണ്ട്. ഒരു 10-200ഓളം റബ്ബർ, അതുപോലെ കുരുമുളക്, തെങ്ങ്, ഒരു കുടുംബത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇതിലുണ്ട്. അതുപോലെ മട്ടിമരങ്ങൾ, കാരണം കൊടി കയറ്റാൻ പറ്റിയ മട്ടിമരങ്ങൾ ഇതിൽ ധാരാളം ഉണ്ട്. അതുപോലെ തേക്ക് കുറച്ച് തേക്ക് മരങ്ങളുണ്ട്. അതേപോലെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ വെള്ള സൗകര്യം. ഏത് വേനലിലും വറ്റാത്ത വെള്ളമാണ്.
ഇത് സെപ്പറേറ്റ് ഈ വീട്ടാവശ്യക്കാർ സെപ്പറേറ്റ് നമ്മൾ 4 സെൻറ്റ് സ്ഥലം മേടിച്ച് ഇവിടെ കിണർ കുത്തി നമ്മൾ വെള്ളം വീട്ടിലേക്ക് അടിച്ച് കയറ്റുകയാണ്. അപ്പോൾ ഒരിക്കലും പറ്റില്ല. ഈ 2 ഏക്കറല്ല 10 ഏക്കർ നനയ്ക്കാനുള്ള വെള്ളവും ഇതിലുണ്ട്. നല്ല ഫുള്ള് സെറ്റപ്പാണ്. ഇഷ്ടം പടിക്ക് വെള്ളമുണ്ട്. എത്ര വലിയ വേനൽ വന്നാലും വറ്റില്ല. നെറ്റിട്ടത് കൊണ്ട് നമുക്ക് വെള്ളത്തിൻ്റെ ഇത് കാണില്ല, എന്നാലും കാണിച്ചു തരാം. ഇതാണ് വെള്ളം. ഇഷ്ടം പടിക്ക് വെള്ളം. ഏത് വേനലിലും ഇങ്ങനെ തന്നെയാണ് വെള്ളം നിൽക്കുക. ഇതിൽ തന്നെ അടുത്ത് നല്ലൊരു കുളമുണ്ട് അവിടെ. അപ്പോൾ ഇതൊന്നും വറ്റാത്ത സംഭവങ്ങളാണ് കേട്ടോ. ഒരു കാലത്തും പറ്റില്ല. അപ്പോൾ വെള്ളത്തിന് ഒരു പ്രശ്നമില്ല. വെള്ളം നമുക്കൊരു 5 ഏക്കർ പറമ്പ് നനയ്ക്കാനുള്ള വെള്ളം ഓൾറെഡി ഉണ്ട് ഇതിൽ. ഇത് തൃശ്ശൂർ പാലക്കാട് NH ഹൈവേയിൽ നിന്നും ഒരു 6 കിലോമീറ്റർ ഉള്ളിലേക്ക് കയറിയിട്ട്, നമ്മുടെ പന്തലാംപാടത്ത് നിന്നും 6 കിലോമീറ്റർ ഉള്ളിലേക്ക് കയറിയിട്ടാണ് ഈ വീടും 1 ഏക്കർ 80 സെൻറ്റ് സ്ഥലവും സ്ഥിതി ചെയ്യുന്നത്. അതിലേക്ക് വരുന്ന വഴിയാണ് ഇത്. വെറും ബസ് റൂട്ടിലേക്ക് ഒരു 250 മീറ്റർ ഉള്ളൂ. അതുപോലെ വടക്കഞ്ചേരി നാഷണൽ ഹൈവേ എന്ന ടൗണിൽ നിന്നും ഒരു 9 കിലോമീറ്റർ ഉള്ളിലേക്ക് കയറിയിട്ടാണ്. നമുക്ക് തൃശ്ശൂരിൽ നിന്ന് വരികയാണെങ്കിൽ നമുക്കിങ്ങനെ ഷോർട്ട് പന്തലാംപാടം നിന്ന് കയറി വരാം. അതേപോലെ തന്നെ വടക്കഞ്ചേരി ടൗണിൽ നിന്നാണെങ്കിൽ കിഴക്കഞ്ചേരി കുണ്ടുകാട് വഴി കയറി വരാം. അതേപോലെ തന്നെ ഇത് നമ്മുടെ വാണിയമ്പാറയിൽ നിന്ന് ഇങ്ങോട്ട് കയറുകയാണെങ്കിൽ 6 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ നമ്മുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുക്കുന്നതായിരിക്കും, റേറ്റും ഇതിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ വേണ്ടവർ നമ്മളെ വിളിക്കുക, കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ.